ആരെങ്കിലും എന്തൊക്കെ ചീത്ത പറയണം, അതിനൊക്കെ പറ്റിയാളാണ് ഞാൻ. നീ പറഞ്ഞൊക്കെ എന്നെ പറ്റി പറഞ്ഞാണ്. ഓൻ പൊട്ടനാ. കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു കുട്ടി ദാറൂദയിലേക്ക് സെലക്ഷന് പോയി. അപ്പൊ ഞാൻ എതിരുമല്ല അനുകൂലമല്ല, കുട്ടികളെ താല്പര്യത്തിന് പൊതുവെ ഞാൻ ദീനിനെതിരായാൽ മാത്രമേ എതിർക്കുള്ളൂ, അല്ലെങ്കിൽ എതിർക്കൂല. ഒരു താല്പര്യം അങ്ങനെ ഒരു ചങ്ങായിമാരൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില മൂല്യന്മാർ പേരക്കാരോട് വന്ന് പറഞ്ഞു, കുട്ടിയും പോയിക്കോട്ടെ, ഉഷാറാണ്, അങ്ങനെ ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എന്താ പറയാ, അപേക്ഷയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഇവിടെ ഒപ്പിട്ടാൽ മതി. ആയിക്കോട്ടെ, എനിക്കെതിരില്ല. കാരണം സമസ്തന്റെ സ്ഥാപനത്തിലേക്ക് ഒരാൾ പോകണേന്റെ എന്ത് കയ്യിലല്ലേ സംസ്ഥാന ആളുകൾ അത്രയല്ലേ ഉള്ളൂ. പോയി അങ്ങനെ കുട്ടി സെലക്ഷൻ കുട്ടി കിട്ടിയില്ല. ഇന്നലെ രാത്രി അത് ദാറുഹുദക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. ആയിരക്കണക്കായ ആളുകളെ മുന്നിൽ എന്നെ നാട്ടിക്കാൻ. എന്താണ് നാണം മാനം എന്നീ ജാഹിലുകൾക്കറിയില്ല. ഒരു സാധുവായ ഒരു 10-12 വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിന്റെ പേരിൽ അത് പിന്നെ പുറത്തിട്ടിട്ട് ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ തലയെ കെട്ടണം? എനിക്കൊരു ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്തമാണെന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും? ഞാൻ അങ്ങനത്തെ തന്തന്റെ മകനാണ്. ഞാൻ വിളിക്കാതെ ഞാൻ വിളിച്ചാൽ പിന്നെ മലയാളിക്ക് പിരിയില്ല. പക്ഷെ ഞാൻ ദാറൂദയുടെ കമ്മിറ്റിക്കാരോട് പറയാം, ഞങ്ങളെ ഓഫീസിൽ നിന്ന് പിന്നാലെ അങ്ങനെ പുറത്താക്കണ ഒരുത്തനെ കൂടെ നമ്മൾ ചോദിച്ചേക്കി നിനക്ക് എത്ര തന്തേടാ? കാരണം ഒറ്റ തന്തത്തിൽ ഞാൻ ചോപ്പ നേടില്ല. നിങ്ങളാണോ ദുനിയാവിൽ നന്മട്ടിക്കണം? ഞാൻ ആ സ്ഥാപനത്തെ ആക്ഷേപിക്കില്ല. നിങ്ങൾ ക്രൂരത എത്രയാണ്? ഒരെട്ടും മുട്ടും തിരിയാത്തൊരു സാധുവായ 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷന് പങ്കെടുത്തു എന്നതിന് പേരിൽ ആ സെലക്ഷന്റെ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇന്നലെ ദാറൂദയുടെ ഓഫീസിൽ നിന്ന്. എന്തിനാണ് ഇടുന്നത് ചിന്തിക്കണം. ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാറൂദ എന്ന സ്ഥാപനമാണ്, നശാൻ പാടില്ല. ഒരുത്തൻ അവിടെ യുക്തിവാദിയായി പോയിട്ടുണ്ട് നമ്മൾ അറിവിൽ. ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ പാടില്ല, ശ്രദ്ധിച്ചാൽ അത്രേ ഉള്ളൂ. അതാണ് ദേശം പഠിച്ചത്. ഞാൻ മൊത്തം ദാറൂദ കമ്മിറ്റിക്കാരെ പറ്റി പറയില്ല. പക്ഷേ നിങ്ങൾ അറിവോടുകൂടിയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മികളില്ല. നിങ്ങൾ അറിവോടുകൂടി എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ അറിവോടുകൂടി അല്ലെങ്കിലും ഈ ജാതി ക്രൂരന്മാർ നിങ്ങൾക്ക് ഓഫീസിലുണ്ട്. ഇതിനെന്താ ഞാൻ പറയാം? ഇത് വേണം പുറത്ത് പറയാതും വിഷമല്ലേ? കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്ക് ഇത് കേൾക്കുമല്ലോ. ഒരു സ്ഥാപനത്തിലേക്ക് 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷൻ വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ സെലക്ഷന്റെ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ 10,000 കണ്ടു. ഈ കുട്ടി നിരപരാധിയല്ലേ? നീ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമല്ലോ. ഇതൊക്കെ പാവപ്പെട്ട മക്കളല്ലേ? ഞങ്ങൾ ആക്ഷേപിച്ച കാര്യമില്ല, നിങ്ങളെ ആക്ഷേപിക്കണില്ല. അങ്ങനെ വാക്കുണ്ട്. പാറ്റ നീചന്മാരെ ആക്ഷേപിക്കരുത്. തക്കറുമൻ, നിനക്കൊരു മാന്യതയില്ലേ? ഈശ്വരാക്ഷേപിച്ച ആശാണ്ട്. ഇത് ഇന്നലെ ദാറൂദയുടെ ഓഫീസിൽ നിന്ന് ചെയ്തതാ. എടാ, നിങ്ങളെപ്പോഴത്തെ ക്രൂരന്മാരാകട ഈ ലോകത്തുള്ളത്. നീ അതിന് ബുദ്ധിയുള്ളത് എന്താ മനസ്സിലാക്കേണ്ടത്? ദാറൂദയോട് എനിക്ക് വിരോധമില്ല മനസ്സിലാക്കണ്ടേ? എനിക്ക് വിരോധമുള്ള സ്ഥലത്ത് നിന്റെ കുട്ടിനെ ഞാൻ സമ്മതിക്കൂ? ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ സമ്മതിച്ചില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിൽ എന്റെ കുട്ടി പോകില്ല. എന്തുകൊണ്ട്? ഞാൻ ലീഗരനാണ്. ഞങ്ങളെ മാന്തി തിന്നുന്ന ലീഗല്ല, ഈ സമുദായത്തിൽ നന്മ നിലനിൽക്കാൻ നിൽക്കുന്ന ലീഗാണ്. സമസ്ത വിരുദ്ധമായ സ്ഥാപനത്തിലേക്ക് എന്റെ കുട്ടി പോകില്ല. ഞാൻ പറയണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ നശിച്ചു പോയി. നന്മ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൽപ്പിച്ചില്ല. അവർ ചിന്തിക്കണില്ല, ഒരു സാധുവായ പിഞ്ചു കുട്ടിയെ നമ്മൾ മാനം കെടുത്താണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാവില്ല, നന്നാവും സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? അസിൽ പൊളിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചോദിക്കുക, അപ്പയും പറയും എന്താണ് അസിൽ? അത് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. എന്താ മനുഷ്യന്മാരോട് പറയും? എനിക്ക് നമ്മളൊരു വിരോധമല്ല മനുഷ്യന്മാരെ. നമ്മൾ നശിച്ചു പോകരുത്, നമ്മളെ ഐഡന്റിറ്റി തകരരുത്, നമ്മൾ നശിച്ചു പോകാൻ പാടില്ല. അടുത്ത തലമുറയിൽ ഇവിടെ നീ നിലനിൽക്കണ്ടേ? അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇവരെന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ജഹൽ വന്നവൻ എന്നെ ആക്ഷേപിക്കുന്നു. എനിക്കാകട്ടെ പൊരുത്തവുമാണ്. ഞാൻ ജാഹിലാണെന്ന് പറയപ്പെടുന്നത്, സഫീഹുൻ വിഡ്ഢിയാണെന്ന് പറയപ്പെടുന്നതും എനിക്ക് തൃപ്തിയാണ്. അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ്. താഴെ എഴുതിയിട്ടുള്ളത് കാശ്മീരുടെ മകന് സെലക്ഷൻ കിട്ടാത്തതിന്റെ കലിപ്പാണ് എനിക്ക് താഴെ എഴുതിച്ചത്. അതിന്റെ താഴെ അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട്, ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാളെ കുട്ടിയെയും കൂട്ടി ദാറുഹുദയിൽ വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഞാൻ വരെ അതിന്റെ തന്തന്റെ പേര് മാറ്റേണ്ടി വരും. വേറെ തന്ത, എന്റെ തന്ത വിചാരിച്ച തന്തയല്ല. എന്റെ തന്ത ഒരു ലോകത്തിലാ തലതാഴ്ത്താത്തൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടതിന്റെ ഓപ്പയോ. ലോകത്തൊരു മനുഷ്യനെ തലതാഴ്ത്താത്തൊരു മനുഷ്യനെ എന്റെ ആയുസ് ഞാൻ കണ്ടത് എന്റെ ഓപ്പയോ. ഒരു തലത്തില്ല. 12 കൊല്ലം സമസ്ത കേരളമെത്തോളം പ്രഖ്യാപിച്ചു. കുത്തുവാരി ഭാഷയുള്ള മഹല്ലുകളിൽ പങ്കെടുക്കുമ്പോൾ അത് വിചാരത്തും കർത്താണ്. സ്വന്തമായി ജുമാക്കില്ല. 12 കൊല്ലം സ്വന്തമായി ജുമാക്കില്ല. ആളുകളുടെ നടന്നൊരു ജുമാസ്കെച്ച് ആളുകൾ തിരിച്ചു. ഒരു ദിവസം ജുമാസ്കെച്ച് ബാപ്പ വരിക 12 കിലോമീറ്റർ അങ്ങോട്ടുകൊണ്ട് നടന്ന് ബാപ്പ വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പൊ ഒരു സംഘം നാട്ടിൽ മഹല്ലിൽ ആളുകൾ വന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ഈ നിലക്ക് നിങ്ങൾ മഹല്ലിന്റെ പുറത്തേക്ക് ജുമാറ്റ് പോയാൽ നിങ്ങൾ മരിച്ചാൽ ഇവിടെ കുഴിച്ചുകൂല. അപ്പൊ ബാപ്പയുടെ ചിരിച്ച് എന്റെ ചിരിക്കുന്ന വിഷയം അല്ല, ഞാൻ മരിച്ചിട്ട് നിന്നെ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണക്കുന്നല്ലാതെ എനിക്കെന്താ വിഷയം? ഞാൻ പുറത്തേക്ക് ജുമാക്ക് പോകുന്ന കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ജുമാക്ക് വരാറും. അങ്ങനെ എനിക്ക് മണക്കുമല്ലോ. പക്ഷെ ഞാൻ പോയില്ല, നിങ്ങൾക്ക് മണത്താ എനിക്കുണ്ട്. അല്ല, ഞങ്ങൾക്ക് നേരെ പോകുന്നേ ഉള്ളൂ.
പറഞ്ഞു. എനിക്ക് വളഞ്ഞു പോകുന്നേ ഉള്ളൂ പറഞ്ഞു. ഒരങ്ങനെ പോയി. അപ്പൊ ആ പറഞ്ഞു, എനിക്ക് പാടത്തൊന്ന പള്ളർച്ച് ഭൂമിയുണ്ട്, ഞാൻ തെക്ക് വടക്കൊരു കുയ്യുക്ക് തമ്പി കുട്ടികൾ പറഞ്ഞില്ല, നിങ്ങളുടെ അവിടെ വിശ്വന്നാലും സമസ്ത ഇഷ്പാടില്ല എന്ന് പറഞ്ഞ മഴക്ക് ഞാൻ വരില്ല. അത്തം തന്നെ മകനെ ഞാൻ, ആ ബാപ്പ കൊറ്റ മകനേ ഉള്ളൂ. അതാ ഞാൻ അൽവലതു സിറുഅബീനല്ലേ, എന്റെ പിരാണ്ട് അടുത്ത് തീരുന്നു വിചാരിക്കണ്ട. എന്റെ ബാപ്പാന്റെ രഹസ്യമാണ് അൽവലതു സിറുഅബീന. മുസ്തഫ നബി പറഞ്ഞു, മകൻ എന്നാൽ ബാപ്പാന്റെ രഹസ്യ, ഞാൻ എന്റെ ബാപ്പാന്റെ രഹസ്യ. ഞാൻ ഒരു തന്നില്ലാത്തില്ല, തലത്താറ്റെന്ന് വിചാരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മഹ്മൂദ് കൂരിയ. പരിശുദ്ധമായ റമദാൻ്റെ ഈ ഒരു രാത്രിയിൽ ഏറെക്കുറെ 1 മണി സമയത്ത് ചെറിയൊരു യാത്രക്കിടയിലാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഞാൻ പലപ്പോഴായി പറഞ്ഞ, കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയും 6 വർഷത്തിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ഓൺലൈനിൽ വിവിധ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനെ പറ്റി നേരെ ചൊവ്വയും അല്ലാതെയൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ലൈവിൽ വരുന്നത്. ഇതിൽ വിശദീകരണങ്ങൾക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ആദ്യമായി 2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, ഇത്തരമൊരു വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നതിലുള്ള ഒരു അഗൈതവമായ അല്ലെങ്കിൽ നിർവാജ്യ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള എൻ്റെ വാക്കുകൾ സംഭവിച്ചതിൽ 2 സാഹചര്യങ്ങളിലാണ് കാര്യമായിട്ട് അത് ചർച്ചകൾ വന്നിട്ടുള്ളത്. ഒന്ന്, 2014 ഞാൻ എഴുതിയ ഗാസ പലസ്തീൻ വിഷയത്തെ പറ്റിയിട്ടുള്ള ഗസ വിഷയത്തിലുള്ള ഒരു ലേഖനവും, പിന്നെ 2019 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളും ആണ് കാര്യമായിട്ട് വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണജനകമായ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നതെല്ലാം നമ്മൾ എപ്പോഴും ആത്മപരിശോധന ചെയ്യണം എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളിൽ അല്ലാണെങ്കിൽ അതിലുള്ള വാക്കുകളിൽ ഒക്കെ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിൽ പിന്നെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളും ഗുരുവര്യന്മാർക്കും പിന്നെ സഹകാരികൾക്കും ഒക്കെ ആയിട്ടുണ്ടായ വിഷമത്തിലും ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ 10 വർഷത്തിലധികമായിട്ട് പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അത് എനിക്ക് ഓരോ സമയത്ത് എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ തോന്നുന്ന ചില ആലോചനകളാണ് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും എഴുതുകയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ അത് ഞാൻ പഠിച്ച സ്ഥാപനങ്ങളുടെയോ അല്ലാണെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ പേരിൽ, അത് പ്രത്യേകിച്ച് ദാറുൽ ഹുദ പോലുള്ള, ഞാൻ 12 വർഷം പഠിച്ച സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 12 വർഷം ഞാൻ ദാറുൽ പഠിച്ചത്. ദാറുൽ എന്നുള്ളൊരു പ്രസ്ഥാനം കേരള സമൂഹത്തിന് വളരെ അറിയേണ്ട ഒരു, എല്ലാവർക്കും അറിയുന്നതാണ്, ഇനി അറിയില്ലാണെങ്കിൽ അറിയേണ്ടതാണ്. കേരളത്തിൽ മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാപ്പിളമാർക്കിടയിൽ വേണ്ടത്ര വിദ്യാഭ്യാസ സംരംഭങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഒന്നും കാര്യക്ഷമമായതൊന്നും ഇല്ലാത്ത ഒരു സമയങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് മതസംരംഭങ്ങൾ, മതപാഠശാലകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി സമൂഹത്തിൽ താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, മാപ്പിള സമുദായത്തിൽ താഴെക്കടയിൽ കിടക്കുന്ന, സാമ്പത്തികമായും മറ്റൊക്കെ താഴെക്കടയിൽ നടക്കുന്ന, അതേ സമയത്ത് തന്നെ ബൗദ്ധികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംരംഭമായിട്ട് 80കളുടെ പകുതിയോടെ വന്ന സംരംഭമാണ് ദാറുൽ ഹുദ. അത് കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ വ്യത്യസ്തമായ ഒരുപാട്
വിദ്യാഭ്യാസ സംരംഭങ്ങൾ കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്തും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും പിന്നെ കിഴക്കൻ ഇന്ത്യയിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വ്യക്തിപരമായി നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ ആ സ്ഥാപനത്തെയും സംരംഭങ്ങളെയും നിഷ്കാസനം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ദാറുദയിൽ 12 വർഷം പഠിച്ച അതിനേക്കാളേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ ദാറുദേതര സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാറുദ കഴിഞ്ഞിട്ട് ഡൽഹിയിലും നെതർലാൻഡ്സിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നാട്ടിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തതാണ്. ഉണ്ടാവുന്ന പിഴവുകളടക്കം അത് എൻ്റേത് മാത്രമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എന്ന് ആണ് രണ്ടാമത്തെ പറയുന്നത്. ഇതിൽ കാര്യമായി 4 വിഷയങ്ങളിലാണ് വിവാദങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അത് 4ഉം ഞാൻ ഓരോന്നായിട്ട് വളരെ ഹ്രസ്വമായിട്ട് പറയാം. അതുണ്ടായ സാഹചര്യങ്ങളും അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതും അതൊരു പക്ഷേ വേണ്ടതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് ഏറ്റവും പഴയ ഇതിൽ നിന്ന് തുടങ്ങാം. അത് ഗാസ വിഷയത്തിൽ 2014 മലേഷ്യയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്നുണ്ടായ ഒരു രണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണത്തെ തുടർന്ന് എഴുതിയൊരു വിഷയമാണ്. അതിൽ കാര്യമായിട്ട് ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ അന്ന് പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ തരത്തിലുള്ള പ്രസ്താവനകൾ ഇസ്രായേൽ സ്റ്റേറ്റ് പലസ്തീനികൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ മുൻനിർത്തി എല്ലാ ജൂതന്മാരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് പിന്നെ ഏതാനും തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാനമാണ് എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുകയും അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ എത്രത്തോളം പ്രശ്നമാണോ അത്ര തന്നെ പ്രശ്നമാണ് ആന്റിസെമിറ്റിസവും. അതോടൊപ്പം തന്നെ ആന്റിസെമിറ്റിക്കായിട്ടുള്ള വാദങ്ങൾ ഉയർത്തുന്നതോടെ ഈ ഗാസ പോലുള്ള വിഷയങ്ങളിൽ ആഗോള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു വർഷത്തിലധികമായിട്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ വംശഹത്യ ജനസൈഡിനെ നിരാകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ആന്റിസെമിറ്റിക് വാദങ്ങൾ ഉയർത്തുന്നതോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇസ്ലാമോഫോബിയ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണോ അല്ലെങ്കിൽ ഏതാനും മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട് ആ മതത്തെ മുഴുവൻ നിരാകരിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണോ എന്നതുപോലെ തന്നെയാണ് ഏതാനും ജൂതന്മാരുടെ, അതായത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഏതാനും ജൂത വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ ഇസ്രായേലിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നടത്തുന്നത് അവിടെ തന്നെയുള്ള തദ്ദേശീയരായ ജൂതരാണ്. അത് ഗാസയിൽ അവരെ അതിക്രമങ്ങൾക്കെതിരെയും ഒരുപാട് കാലങ്ങളായിട്ട് സമരം ചെയ്യുകയും അതിനെതിരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടെ കാണേണ്ടതുണ്ട്. അതാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത്, നവംബറിൽ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ചില പത്രങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഞാനൊരു വിശദീകരണം നൽകിയിരുന്നു. അത് ആണ് ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ വിവാദമായ പ്രസ്താവനകളിൽ വന്നിട്ടുള്ളത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 2019 നടന്ന ഒരു സെഷനിൽ ഏറെക്കുറെ 45 മിനിറ്റ് നീണ്ടുന്ന ഒരു സെഷനിൽ നടത്തിയ ഏതാനും പ്രസ്താവനകളും അതിനെ തുടർന്ന് ഒരു ഡൂൾ ന്യൂസിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ നടന്ന ഏതാനും പ്രസ്താവനകളുടെ ഒക്കെയാണ് വിവാദങ്ങളിലേക്ക് വഴി വെച്ചതെന്ന് തോന്നുന്നു. വിവാദ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് ഷാഫി മദ്ഹബ് കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പിന്തുടരുന്ന ഷാഫി മദ്ഹബ് അശരി വിശ്വാസ സംഹിതകളെല്ലാം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് എൻ്റെ PhD ഗവേഷണ മേഖല ഷാഫി മദ്ഹബിനെ പറ്റി ഞാൻ പഠിക്കാൻ എടുത്തതും പഠിച്ചതും ഒക്കെ PhD നെതർലാൻഡ്സിൽ ചെയ്തതിൽ. അതിൽ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞത് വിവാദമാകുന്നതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് KLF പോലുള്ള കേരളത്തിലെ
ഒരു മുഖ്യധാര വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അന്ന് കുറച്ചൊക്കെ പേടിയോടെ പറഞ്ഞതാണ് പല കാര്യങ്ങളും. അതിൽ വന്ന വാക്ക് പിഴവുകൾ, അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടതുമാതിരി പറയാനുള്ള ഒരു പേടി ഒക്കെ അതിൽ ഘടകങ്ങളായിട്ടുണ്ട്. അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമാതിരി വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. അതിൽ ഞാൻ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചത് നമ്മളുടെ മദ്ഹബുകളുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥങ്ങളായി നമുക്ക് ലഭ്യമായ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ ഇമാം ഷാഫിയുടെ അൽ ഉമ്മ പോലുള്ള, റിസാല പോലുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, നിര്യാണത്തിന് ശേഷം ഏറെക്കുറെ 150-200ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മളാരും നേരെ ചൊവ്വെ ഇജ്തിഹാദ് നടത്തി ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ എടുക്കാറില്ല. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രമായ അന്വേഷണങ്ങളുടെ ഇജ്തിഹാദിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ട്, ഹിജ്റ 4-ാം നൂറ്റാണ്ടോടെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ, ആ 4 നൂറ്റാണ്ടുകളിൽ നടത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അത് പ്രത്യേകിച്ച് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും വന്ന ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മൾ അവലംബിക്കുന്നത്. അത് നേരെ ഖുർആനല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് നമ്മളെല്ലാവരും അതിൽ ആരെങ്കിലും, ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് പറഞ്ഞതിൽ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ, പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം ലത്തീഫ് മാഷ് ചോദിച്ചതിൽ പിന്നെ വന്ന ഒരു ഇതിലുണ്ടായ, ഒരു സാഹചര്യത്തിലുണ്ടായ അതിന് തെറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ശരീഅത്ത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ള രീതിയിൽ നടത്തിയൊരു പ്രസ്താവനയാണ്. അത് അന്ന് തന്നെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഗുരുവര്യന്മാരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിരുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കാര്യമായിട്ടുള്ളൊരു വലിയ തെറ്റ് എന്ന് വെച്ചാൽ, ശരീഅത്ത് എന്നുള്ളത് പടച്ചവൻ്റെ അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ വലിയ തരത്തിലുള്ള എല്ലാ നിയമങ്ങളും പിന്നെ വിശ്വാസങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ മേഖലയാണ്, ഒരു വലിയ രംഗമാണ്. അതിൻ്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിട്ടാണ് ഫിഖ്ഹ് വരുന്നത്. അപ്പോൾ ആ ഫിഖ്ഹിൻ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളായിട്ട് വരുന്നത്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വരുന്നത്. അപ്പോൾ അതിലുണ്ടായ ഒരു പിഴവ് അന്ന് ഉസ്താദുമാരും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ചൂണ്ടിക്കാണിച്ച ഉടനെ തന്നെ അത് പിന്നെ ഞാൻ തിരുത്തുകയും, അത് 2 വർഷത്തോളം കഴിഞ്ഞിട്ട് തെളിച്ച മാസികയിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഞാനത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിനെ മുൻനിർത്തിയിട്ട് പല പല തരത്തിലുള്ള പല ആൾക്കാർ പലപ്പോഴായിട്ട് പറഞ്ഞ പ്രസ്താവനകളുണ്ട്. പലതും അതെല്ലാം വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് റമദാൻ പോലുള്ള ഒരു വിശുദ്ധമായ സമയത്ത് അത്തരം വിഷയങ്ങളിലേക്ക് വീണ്ടും വിവാദങ്ങളിലേക്ക് പോകാതെ ഞാൻ തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതിൽ ഒരിക്കൽ കൂടി പറയുന്നത്, എൻ്റെ സമയത്ത് തെറ്റിദ്ധാരണാജനകമായ ആ പ്രസ്താവനകൾ, അന്നത്തെ ഒരു പേടിയിലും ഭയത്തിലും പറഞ്ഞ കാര്യങ്ങളുണ്ടായ ആശങ്കയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിൽ പിന്നെ എൻ്റെ അധ്യാപകരെയോ സ്ഥാപനത്തെ, ഞാൻ പഠിച്ച ദാലുദ പോലുള്ള സ്ഥാപനത്തെയോ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് ഒരു നിലക്കും നീതീകരിക്കാനാവുന്നതല്ല. അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകൾ, എൻ്റെ വാക്കിൽ നിന്ന് വന്ന പിഴവുകൾ, അത് എൻ്റേത് മാത്രമാണ്. പിന്നെ അത്തരം പിഴവുകളിൽ നിന്നെല്ലാം പിന്നെ മോചിതമാവുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാനും അന്വേഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.